എന്റെ പൊന്ന് സതീഷെ വരാൻ പറ്റൂല. എടാ 365 ദിവസവും നിങ്ങളുടെ റബ്ബർ ഞാനല്ലേ വെട്ടേണ്ടത്. എടാ ഇന്ന് ഒരു ദിവസം പെട്ടില്ല എന്ന് പറഞ്ഞൊന്നും സംഭവിക്കാൻ പോണൊന്നുമില്ലല്ലോ. ഞാൻ കൂട്ടയോട്ടത്തിൽ പങ്കെടുത്തോണ്ടിരിക്കുക. ആ റെഡി. ഞാൻ പാന്റ് ഷർട്ടൊക്കെ ഇട്ടു വല്ലപ്പോഴും ഒന്ന് ടൗണിലേക്ക് ഇറങ്ങട്ടാവേ. അല്ല പിന്നെ അതെ, ഈ മേജർ എന്നാ പരിപാടി കാണിച്ചേ? 5:30 മണിക്ക് വെളുപ്പിന് വരാൻ പറഞ്ഞിട്ട് ഇയാള് എഴുന്നേറ്റുണ്ടാവും എന്റെ സംശയം. അങ്ങനെ ആ എന്താ വേണ്ട ഓ കഷ്ടം, എനിക്ക് വയ്യ ഇതൊന്നും കാണാൻ. ചേട്ടാ, നമ്മള് കൊറോണ വന്നപ്പോ എല്ലാം നിർത്തി നാട്ടിൽ വന്ന് ഈ ഹോട്ടൽ തുടങ്ങിയപ്പോ വർഷം 5-6 നമുക്ക് ഇതൊക്കെ നിർത്തിയിട്ട് അങ്ങോട്ട് തന്നെ തിരിച്ചു പോവാം. എനിക്ക് വയ്യ. എന്താ പ്രശ്നമെന്നോ? എച്ചില് പാത്രങ്ങൾ കഴുകി ഞാൻ മടുത്തൊരു റെസ്റ്റ് ഇല്ല. അല്ലെ 1-2 പേരെ ജോലിക്കെങ്കിലും നിർത്ത്. ഞാനും ഇത് പറയാതിരിക്കുന്നു. നമുക്കേ 2 പെണ്ണുങ്ങളെ നിർത്താം. അവരാകുമ്പോ ശമ്പളം ഒത്തിരി കൊടുക്കണ്ട. ഓ അതെന്തായാലും വേണ്ട. പട്ടിയോട് പുല്ല് തിന്നില്ല, പശുവിനോട് തീറ്റിക്കില്ല. എന്തുവാ? ഒന്നുമില്ല, പട്ടിക്ക് വേഷം കൊടുക്കാനാണ് പറഞ്ഞതാ. അതേ വരുന്നുണ്ടല്ലോ തൊപ്പിപ്പാളം വെച്ച് നമ്മുടെ മേജർ. അതെ, റീനാമേടൻ എൻഡിങ് ഏൽപ്പിച്ച് തന്നെയാ. ഈ തവണ പുള്ളിക്കാരി ഇലക്ഷൻ നിൽക്കുന്നുണ്ട്. ഇത്തവണ ഏതാ പാർട്ടി? പാർട്ടിയാ. കഴിഞ്ഞ പ്രാവശ്യം ചോപ്പിലായിരുന്നു, പിന്നെ അത് കാവ്യായി, ത്രിവർണ്ണമായി, ഇപ്പൊ ഏത് വർണ്ണത്തിലാണ്? ഇത് ഞങ്ങള് പൗരാവകാശല്ലേ അറിയാൻ പാടില്ലേ? ഇതിലും പേര് ഏതെങ്കിലും ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷൻ വാടകയ്ക്ക് എടുത്ത് നടത്തുന്നതായിരുന്നു. കാര്യം കഴിഞ്ഞു പോന്നാൽ 5 രൂപയെങ്കിലും തന്നിട്ട് പോകും. ഞാൻ മടുത്തു. മാഡം വന്നിട്ടില്ല, ഒന്നിഞ്ഞു വാ. എല്ലാരും വാങ്ങപ്പോ ആരംഭിക്കാം. എല്ലാരും ഉയർന്നു ചാടണം. ചാടിയേ പോരാ, കുട്ടികൾ നെഞ്ചത്ത് കെട്ടണം. നെഞ്ചി തട്ടണ വർത്താനം പറയല്ലേ, എന്റെ കാലം കമ്പ്യൂട്ടർ ഇരിക്കുമല്ലയോ? മാറി കുമ്പിട്ടിരിക്കുക. നീ എവിടെ ഉണ്ടെങ്കിലും മിന്നൽ ഉറപ്പാ. പൊറോട്ട അടിക്കുന്ന സ്വപ്നം കാണാണ്. ആ കൂട്ടുകാരക്കാർ പറ്റും. എന്റെ മോനാണ് ഞാൻ ഷോർട്ട് പുട്ട് മത്സരത്തിലേക്ക് പോയി. എന്താ ഷോർട്ട് പുട്ട് മത്സരം? നീ സ്വപ്നം കാണാണോ? പൊറോട്ട അടിച്ചേ. സ്പോർട്സ് കോൺഫറൻസിൽ ഇന്ത്യക്ക് വേണ്ടി കപ്പ് എടുത്തിട്ടാണ് ഇവന്റെയൊക്കെ മുന്നിലൊന്നും എളിഞ്ഞു നിൽക്കാൻ. നമ്മുടെ ഓട്ടം ചെന്ന് നിൽക്കുന്നത് ടേസ്റ്റി കടയുടെ മുമ്പിലാണ്, നമ്മുടെ രജീഷിന്റെ കടയെ. അവിടെ ചെന്ന് എത്തണം. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാവുന്നവർക്ക് അവിടെ കഴിക്കുകയും ചെയ്യാം. കുഴപ്പമില്ല, അവിടെ ആരും കടം പറയരുട്ടോ. അതെ, ഒരു 50 മീറ്റർ കഴിയുമ്പോഴേ മേജർ റൈറ്റ് വേണം. റൈറ്റ്. റീന മേഡം നേരെ സ്ട്രൈറ്റ്. അല്ലെങ്കിലും ഞാൻ സ്ട്രേറ്റേ പോകാറുള്ളൂ. എന്താടാ കാര്യമ്മേ ഒരാക്കല്? റീനാമേടൻ സ്ട്രൈറ്റ് ആണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാമല്ലോ. അതാണ് കാര്യം. അപ്പൊ ഒരു കാര്യം ചെയ്യേ, അപ്പൊ നേരെ എല്ലാവരും നേരെ നമ്മുടെ ടേസ്റ്റി പാലപ്പത്തിന്റെ കടയിൽ അങ്ങോട്ട് വിട്ടു, നമ്മുടെ രജീഷിന്റെ കടയില്ലേ. അപ്പൊ അവിടെ ആകുമ്പോ എല്ലാം ബ്രേക്ക്ഫാസ്റ്റും കഴിക്കാമല്ലോ. ഫ്ലെക്സ് കൂടുന്നത് ഫ്ലെക്സ് പിടിച്ചേ, തല ഇരിച്ചു പിടിക്കട്ടെ, നേരെ പിടിക്കും, കേറി ചെല്ലേ. അപ്പൊ വിട്ടോ, അവിടെ ചെന്നിട്ട് കാണാം. അടിപൊളി സ്ട്രൈറ്റ് തന്നെ പോട്ടെ. ഇതാ ചേട്ടനോട് കൊടുത്തേ. ഇങ്ങനെ എണ്ണി ഇരുന്നാലും ഇതങ്ങ് കൂടത്തൊന്നുമില്ല. മേലെ നീ എന്തെങ്കിലും പണിയെടുക്കേണ്ട മനുഷ്യ. പൊറോട്ടയ്ക്ക് സാമ്പാർ ഉണ്ടാക്കിയതാരാ? അപ്പത്തിന് ചമ്മന്തി ഉണ്ടാക്കിയതാരാ? ഞാനല്ലേ. സാമ്പാർ ഉണ്ടാക്കിയ കഥയൊന്നും പറയണ്ട. ഉള്ളിത്തീയൽ പോലെ ഉണ്ട്. പിന്നെ ചമ്മന്തി പ്ലേറ്റിൽ ഒഴിച്ചാൽ അറബിക്കടലിൽ ചെന്നേക്കും. എന്റെ ശ്രേയെ, സാമ്പാർ ഇത്തിരി കട്ടുകൂടി പോയി. ശരിയാ, കഞ്ഞൂടെ യൂസ് ആവില്ലേ? നീ രജീഷേട്ടാ സമ്മതിക്കണം. അതെ, എന്നെ സമ്മതിക്കണം. നിന്നെ കെട്ടിയില്ലോ? എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. പറയുന്നു ഒന്ന് പോയിത്താ. നിങ്ങൾ എന്താ കളിക്കാതെ ഇതുപോലെ പറഞ്ഞു.
കമോൺ കമോൺ. ആരോഗ്യമാണ് വലുത്. നമ്മുടെ ഈ കൂട്ടോട്ട സമൂഹത്തിന് മാതൃകയാവണം. ഇത്രയധികം ആളുകൾ കൂട്ടോട്ടത്തിൽ പങ്കെടുക്കുന്നത് നമുക്ക് അഭിമാനമാണ്. എന്ന് എല്ലാവരും എന്ത് പറയുന്നു? ആഹാ, എന്നോടാണോ കളി? ഞാൻ ഇനി എങ്ങനെ ഒരു നോട്ടിംഗ് മെഷീൻ മേടിക്കാം. അതെ മുതലാളി, നാളത്തേക്ക് നമുക്ക് 100 പൊറോട്ടയും കടിച്ചാ പോരെ? അതാ മാവനിരിക്കുന്നോടെ ഒരു 100 പഠിച്ചാൽ പ്രശ്നം. ഒരു ഭയങ്കര പെരുപ്പ അതുകൊണ്ടാണ്. ഇതിന് ഞാനേ ഗുസ്തി പിടിക്കാനല്ല പറഞ്ഞത്, പൊറോട്ട ഉണ്ടാക്കണ നേരാണ് ഈ പണിയെടുക്കുക. മഞ്ഞൂറ് ഒരു നോട്ടടി മെഷീൻ മേടിക്കാനും ഫണ്ടാക്കും. A few moments later. പോയി കിടക്കുവാ. നാമേ പോയിലും കളി പോണക്കായി പോയി. വരുന്നില്ലല്ലോ, ബസ്സിനിട്ടാണെങ്കിൽ വയ്യ. സത്യം. വഴി തെറ്റിപ്പോയി. അതൊക്കെ കുഴപ്പ. അതെന്താ മേവരെ, ഈ പഞ്ചായത്തിലെ വഴിയൊന്നും മേവർക്ക് അറിയില്ലേ? ഈ പഞ്ചായത്ത് ഊടുവഴിയൊന്നും എനിക്കറിയില്ല. അർത്ഥം വെച്ച എന്നെ നോക്കിയൊരു സംസാരം. പറഞ്ഞപ്പോ നോക്കിയതായിരിക്കും. വിട്ടുകളാ, വിശന്നിട്ട് വയ്യ, എന്തെങ്കിലും കഴിക്കാം. രതീഷേ, ഫുഡ് എടുത്തോ? ഒരു ഉണ്ട്, ഫുഡ് കഴിക്കുന്നോളാ. പക്ഷെ ആരും കടം പറയരുത്. ഓ, അങ്ങനെ ഒരു പ്രശ്നമില്ലാന്ന്. എന്തെങ്കിലും കഴിക്കാൻ നമുക്ക്. ആരും കടം പറഞ്ഞിട്ടില്ലല്ലോ. ആരും കടം വന്നിട്ടില്ല, എല്ലാം നേരെ പക്ഷേ 750 രൂപ ഫുഡ്, ഒരു ദിന പഴം ചേർത്ത് 1250 രൂപ. അപ്പൊ എങ്ങനെ 100 രൂപയാണ് യാസം? കഥയില്ലാത്തൊരു കഥയാണ് ഇത്, കലവില കൂട്ടണ നാടാണ്. തക്കിട തരികട പൊടിപൂരം, കളിച്ചിരി കൂട്ടണ മാട്ടാരും. വീട്ടിലെ പോക്കറും നാട്ടിലെ ബ്രോക്കറും ഒത്തൊരുമിക്കണ പീടികയാ ഇത്, കലവില കൂട്ടണ പീടികയാ. മറപുരി വടയും കട്ടൻ ചായയും കടിപിടി വലികുടി സൊറ പറയാൻ. ചിരിയുടെ രസം ഒരു കഥ ഇത് പറയാൻ. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ട് നാട്ടിലെ മൊത്തം പായാരം. കലവില കലവിലയായി അത് പിന്നെ കലവിലയായി. കഥയില്ലാത്തൊരു കഥയാണ് ഇത്, കലവില കൂട്ടണ നാടാണ്. തക്കിട തരികട പൊടിപൂരം, കളിച്ചിരി കൂട്ടണ മാട്ടാരും. വീട്ടിലെ പോക്കറും നാട്ടിലെ ബ്രോക്കറും ഒത്തൊരുമിക്കണ പീടികയാ ഇത്, കലവില കൂട്ടണ പീടികയാ. കലവില